നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു വിപ്ലവമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്ന വിപ്ലവം. അത് അനിയന്ത്രിതമായിട്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ച ഘട്ടത്തിൽ ഇനി എന്ത്, കുറച്ചു കാലം CNG നോക്കി, അതിൽ CNGക്കും പക്ഷേ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി എന്ത് എന്നുള്ള ഒരു ബദൽ മാർഗം തേടുന്നിടത്താണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറിയിരുന്നത്. അപ്പോൾ ഒരുവിധം വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെ നിരത്തിലിറക്കിയ സമയത്തും ഈ മലയാളികൾക്ക് പൊതുവെ ഇന്ത്യക്കാർക്ക് തന്നെ വളരെ അടുപ്പമുള്ള അല്ലെങ്കിൽ അത്രയും സ്വീകാര്യമായിട്ടുള്ള മാരുതിയുടെ ഭാഗത്ത് നിന്ന്, മാരുതി സുസുക്കിയുടെ ഭാഗത്ത് നിന്ന് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ വിപ്ലവത്തോടൊപ്പം ചേരാൻ വേണ്ടി മാരുതിയും കൂടെ തയ്യാറെടുക്കുന്നു. അതൊരു വലിയ വിപ്ലവമായിട്ടാണ് വരാൻ പോകുന്നത് എന്നാണ് വാർത്ത. ആ വിശദാംശം ഒന്ന് പറയാമോ? തീർച്ചയായും. ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന കയറ്റുമതി രംഗത്ത് സുപ്രധാന ചുവടുവയ്പായി മാരുതി സുസുക്കി കമ്പനിയുടെ ആഗോള ഇലക്ട്രിക് വാഹനമായ BEV, അതായത് ഈ വിറ്റാരയുടെ കയറ്റുമതിക്ക് ഓഗസ്റ്റ് 26-ന് തുടക്കമാകും. അതായത് അഹമ്മദാബാദിലെ അൻസൽപൂരിലുള്ള സുസുക്കി മോട്ടോർ പ്ലാന്റിൽ നടക്കുന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മാരുതി ഈ വിറ്റാര ജപ്പാൻ ഉൾപ്പെടെ 100-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യും. ഹുണ്ടായി ക്രെറ്റ EV, MG Z5 EV, ടാറ്റ കർവ് EV എന്നിവയുമായി മത്സരിക്കാൻ എത്തുന്ന മോഡലിൻ്റെ അവതരണ തീയതി മാത്രം കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. യൂറോപ്പ്, ജപ്പാൻ തുടങ്ങിയ വികസിത വിപണികളിലേക്കുള്ള ഈ വിറ്റാര കയറ്റുമതി ചെയ്യും. ഇതോടൊപ്പം ഗുജറാത്തിലെ TDS ലിഥിയം അയൺ ബാറ്ററി പ്ലാന്റിൽ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ പ്രാദേശിക ഉൽപ്പാദനത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. അതായത് തോഷിബ, ഡെൻസോ, സുസുക്കി എന്നിവയുടെ സംയുക്ത സംരംഭമായ ഈ പ്ലാന്റ് രാജ്യത്തെ ബാറ്ററി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും. ഇതോടെ ബാറ്ററിയുടെ 80%-ലധികം മൂല്യവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാകും. ഇന്ത്യയുടെ വാഹന കയറ്റുമതിയിൽ വലിയ വർധനയുണ്ടായതായി പ്രധാനമന്ത്രി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. 100 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഇലക്ട്രിക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യാൻ പോവുകയാണെന്നും അതിൻ്റെ പ്രധാന ചടങ്ങ് ഓഗസ്റ്റ് 26-ന് നടക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി രാജ്യത്തെ 4 പ്ലാന്റുകളിലായി പ്രതിവർഷം 26 ലക്ഷം യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ 3.32 ലക്ഷത്തിലധികം യൂണിറ്റുകൾ കയറ്റുമതി ചെയ്യുകയും 19.01 ലക്ഷം യൂണിറ്റുകൾ ആഭ്യന്തര വിപണിയിൽ വിൽക്കുകയും ചെയ്തു. ഹാർടെക്ട് എന്ന പുതിയ EV പ്ലാറ്റ്ഫോമിലെ അടിസ്ഥാനമാക്കിയാണ് മാരുതി സുസുക്കി ഈ വിറ്റാര എത്തുന്നത്. മാരുതി ഈ വിറ്റാര 18 ഇഞ്ച് അലോയ് വീലുകളിലാണ് സഞ്ചരിക്കുന്നത്. അതേസമയം ക്യാബിനിൽ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ, 10-വേ പവർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ്, സൺറൂഫ്, 10.1 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, സ്ലൈഡിംഗ് ആൻഡ് റീക്ലൈനിങ് പിൻ സീറ്റുകൾ, 7 എയർ ബാഗുകൾ, ലെവൽ 2 ADS, 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സുസുക്കി കണക്റ്റ് തുടങ്ങിയ ഏറ്റവും നൂതനവും പ്രീമിയം സവിശേഷതകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. മാരുതി സുസുക്കി ഈ വിറ്റാര 49 കിലോ വാട്ടും 61 കിലോ വാട്ടും എന്നിങ്ങനെ 2 ബാറ്ററി ഓപ്ഷനുകളോടെയാണ് വരുന്നത്. ചെറിയ ബാറ്ററി 346 കിലോമീറ്റർ വോൾട്ട് TP റേഞ്ച് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം വലിയ ബാറ്ററി പാക്ക് അതിൻ്റെ സിംഗിൾ മോട്ടോർ കോൺഫിഗറേഷനിൽ 428 കിലോമീറ്റർ റേഞ്ച് നൽകും. മറുവശത്ത് 61 കിലോ വാട്ട് ബാറ്ററി പാക്ക് ഉപയോഗിക്കുന്ന ഡ്യുവൽ മോട്ടോർ വേരിയൻ്റ് 412 കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം നൽകും. അതായത് നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏകദേശം തിരുവനന്തപുരം മുതൽ അങ്ങ് പാലക്കാട് വരെയൊക്കെ പോകാൻ കഴിയുമെന്ന് തോന്നുന്നു ഒറ്റ ചാർജിങ്ങിൽ. 2025 ജനുവരിയിൽ ന്യൂഡൽഹിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് കമ്പനി ആദ്യമായി ഈ വിറ്റാര SUV അവതരിപ്പിച്ചത്. ഈ സുപ്രധാന നീക്കത്തോടെ ഇലക്ട്രിക് വാഹന വിപണിയിലേക്കുള്ള മാരുതി സുസുക്കിയുടെ പ്രവേശനത്തിന് ഔദ്യോഗികമായി തുടക്കമാകും. അപ്പോൾ പ്രധാനമന്ത്രി നേരിട്ടൊരു വാഹന നിർമ്മാണ യൂണിറ്റിൽ നിന്ന് പുതിയ മോഡൽ പുറത്തിറക്കുന്ന കമ്പനിയുടെ രാജ്യത്തെ വാഹന വ്യവസായത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഊർജ്ജം പകരുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇവൻറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. വാഹനത്തിൻ്റെ സാങ്കേതിക വിവരങ്ങളോ വിലയോ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇനി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറേയേറെ സമയം ഡിലേ വരുന്നു എന്നുള്ളതാണ്. പെട്രോൾ അടിക്കാൻ ചാർജിങ്ങിന് വേണ്ടി കുറേ ഡിലേ വരുന്നു. അപ്പോൾ ഇത്രയും കിലോമീറ്റർ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു കാർ ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, കാറിൽ യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 415 കിലോമീറ്ററിലധികം ഒന്നും ഒരു ദിവസം ഓടിക്കാൻ പറ്റില്ല. അത് മാക്സിമമാണ്. ഒരു 400 കിലോമീറ്റർ കൂട്ടിക്കുള്ളൂ. 400 കിലോമീറ്റർ വരെ ചാർജ് ചെയ്യാതെ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം പൂർണ്ണമായും വേണ്ടി വരും. അതായത് രാവിലെ തിരിച്ചാൽ വൈകിട്ട് എത്തത്തക്ക വിധത്തിലായിരിക്കും, അല്ലെങ്കിൽ വൈകിട്ട് രാത്രിയാണ് തിരിക്കുന്നതെങ്കിൽ രാവിലെ എത്തത്തക്ക. അപ്പോൾ ബാക്കി സമയത്ത് ഇത് ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ
അതുകൊണ്ട് തന്നെ ഒരു ഡിലേ വരാനുള്ള സാധ്യതയില്ല. നമുക്ക് ഈ പലപ്പോഴും ഇലക്ട്രിക് കാറുകളുടെ ഒരു പ്രത്യേകത 200-250 കിലോമീറ്റർ ആകുമ്പോൾ ചാർജ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറോളം ടൈം ഇതിനായിട്ട് വേണ്ടി വരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രായമായവരൊക്കെ ആയിട്ട് കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ചാർജ് ചെയ്യുന്ന സമയം ഇത്രയും വെറുതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വേഗത കൂടിയ ഈ ജീവിത ചുറ്റുപാടിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചാർജിങ്. അതോടൊപ്പം തന്നെ പല ചാർജിങ് സ്റ്റേഷനുകളും ഈ വർക്ക് ചെയ്യാത്ത അവസ്ഥയിലാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരിക്കൽ ഇരിങ്ങാലക്കുട വരെ ഇലക്ട്രിക് കാറിൽ പോയി ഒരു ഗസ്റ്റിനെയും കൊണ്ട് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ അത് അവിടെ എത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കും ഗസ്റ്റിനെയും കൊണ്ടുപോയത് കാറിൽ പോയത് കാര്യമാണ്. മുതലാളിയുടെ കാറിലാണ്. റെഡിയാകാം. അതായത് നമ്മളിവിടെ നിന്ന് ഒരു കാറിൽ ഇലക്ട്രിക് കാറിൽ ഞങ്ങൾ തൃശ്ശൂർ ഇരിങ്ങാലക്കുട വരെ പോകുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഏകദേശം 100 കിലോമീറ്ററിനടുത്ത് ഓടാനുള്ള ചാർജ് അതിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഗസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ വഴിയിൽ ചാർജ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതി തൃശ്ശൂർ കൊണ്ടിറക്കി രാത്രി 9 മണിയായി. അപ്പോൾ അവിടെ നിന്ന് 10 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുള്ള സ്ഥലമാണ് ഈ ചാർജിങ് സ്റ്റേഷനിലേക്കുള്ളത്. അപ്പം നമ്മളെ 20 കിലോമീറ്ററോളം ഓടാനുള്ള ചാർജ് അതിലുണ്ട്. പക്ഷേ ആ 10 കിലോമീറ്റർ ദൂരത്തുള്ള അവിടെ ചെന്നപ്പോൾ അത് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടേണ്ട സാഹചര്യം വന്നു. പിന്നീട് ചാർജ് ചെയ്യണമായിരുന്നു. അത് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ പെട്രോൾ വണ്ടി ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ടാവുന്നില്ല. 24 മണിക്കൂറും പെട്രോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉണ്ടല്ലോ ഇത് കച്ചവട സാധ്യത കണ്ടിട്ട് വലിയ വലിയ ഹോട്ടലുകാരില്ലേ, അവർക്ക് തന്ത്രപരമായിട്ട് അവരുടെ പാർക്കിംഗ് ഏരിയയോട് ചേർന്നിട്ട് 2 പില്ലർ ചാർജിങ്ങിന്റെ വെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഇത് എവിടെയാ ഉള്ളതെന്ന് നോക്കി വെക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ അവിടെ നിർത്തുന്നല്ലോ. അപ്പോൾ ഈ ചാർജിങ് ഉള്ള ഹോട്ടൽ ഏതാണെന്ന് നോക്കി വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി വണ്ടി ചാർജിങ് ഭക്ഷണം കഴിക്കാം. ആ ഒരു സമയമൊക്കെ മാനേജ് ആകുമ്പോഴത്തേക്ക് ഒരുവിധം ചാർജൊക്കെ ആയിട്ട് കയറി ചെറിയ തുകയും ചിലപ്പോൾ അത് ഫ്രീ കൊടുക്കുകയും ചെയ്യും. ചില സ്ഥലങ്ങളിൽ ഫ്രീ കൊടുക്കുന്നുണ്ട്. ലോബിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും അതൊരു ബിസിനസ് സാധ്യത കൂടിയാണ്. ചാർജിങ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി വരും കാലഘട്ടങ്ങളിൽ ഇപ്പോൾ തന്നെ ഡീസൽ വാഹനങ്ങളെല്ലാം തന്നെ നിർത്തുകയാണ്. പുതിയ മാനുഫാക്ചറിങ് ഇല്ല. ഒരു കമ്പനികൾക്കും ഡീസൽ വാഹനങ്ങൾ ഇനി പുതിയത് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ദില്ലി പോലുള്ള സ്ഥലത്താണെങ്കിൽ 10 വർഷത്തിൽ കൂടുതൽ ഇപ്പോൾ 80 ലക്ഷം 1.5 കോടിക്കൊക്കെ വാങ്ങിച്ച വാഹനങ്ങളൊക്കെ വെറും 25 ലക്ഷത്തിനും 10 ലക്ഷത്തിനൊക്കെയാണ് അവിടുന്ന് വിൽപ്പന നടത്തുന്നത്. ഡീസൽ വാഹനങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അനിയന്ത്രിതമായിട്ടുള്ള പൊല്യൂഷനാണ്. അപ്പോൾ അവിടെ കോടതി തന്നെ ഡീസൽ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. അപ്പോൾ ഡീസൽ വാഹനം 10 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ അവിടെ നിന്ന് വിൽക്കണം. അവിടെ നിന്ന് വിൽക്കുന്ന ഡീസൽ വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് മലയാളികളാണ്. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞതുപോലെ ഡീസൽ വാഹനങ്ങളും കിട്ടാതെ കേരളത്തിൽ പുതിയ ഡീസൽ വാഹനങ്ങൾ ഇന്ത്യയിൽ കിട്ടുന്നില്ല. പിന്നെ പെട്രോളിൻ്റെ വർധന ഓരോ ദിവസവും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ EVയുടെ കാലഘട്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്, എല്ലാ കമ്പനികളും മനസ്സിലാക്കുന്നുണ്ട്. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വാഹനങ്ങളും ഇലക്ട്രിക് വെഹിക്കിളും തമ്മിൽ ഏകദേശം 4-5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട് ഓരോ വാഹനങ്ങൾ തമ്മിൽ. പക്ഷേ ആ 5 ലക്ഷം രൂപ നമ്മൾ ഈ കാലഘട്ടം കൊണ്ട് ഒരു 5 വർഷം കൊണ്ട് അത് മുതലാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം തന്നെ നമ്മളൊക്കെ ടൗണിൽ ഉപയോഗിക്കുന്ന സ്കൂട്ടറുകൾ, ഇപ്പം നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ വേണം ഒരു ദിവസം എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ അതേ സ്ഥലത്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിൽ അതിൻ്റെ പകുതിയുടെ പകുതി പോലും ആവില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു 2 മാസം കൊണ്ടിട്ട് നമ്മൾ സംസാരിച്ചില്ലേ, ഒരു 400 രൂപയാണ് അയാൾക്ക് വന്നത് 2 മാസം. ഈ 2 മാസം കൊണ്ട് നമ്മൾ ഒരു 4000-4500 രൂപ പെട്രോൾ അടിക്കും. അപ്പം ആ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സ്വീകാര്യത കൂടുന്നുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഇപ്പം മാരുതിയും കൂടെ ആ ഇലക്ട്രിക് വാഹനങ്ങളുടെ ശ്രേണിയിലേക്ക് വരുന്നു, കയറ്റുമതി കൂട്ടുന്നു എന്നുള്ളത്. മാരുതിക്ക് ആഗോളതലത്തിൽ വലിയ പ്രാധാന്യമുള്ള സ്വീകാര്യതയുള്ളൊരു ബ്രാൻഡാണല്ലോ. അപ്പോൾ അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ വരട്ടെ, പുതിയ വാഹനങ്ങൾ വരട്ടെ. നമുക്ക് കൊക്കിലൊതുങ്ങുന്നതാണെങ്കിൽ നമുക്ക് ഒരെണ്ണം വാങ്ങാം, അല്ല ചേട്ടാ? തീർച്ചയായിട്ടും.